ഒഴിപുളി എനിക്ക് മാറ്റി വെച്ചേക്കണേ. ഇപ്പം ഇങ്ങോട്ട് തന്നെ. എവിടെയായിരുന്നു മകൾ ഇത്ര നേരം? പുളി ചമ്മന്തി അരച്ചാലോ? ഒഴിപുളി എനിക്ക് മാറ്റി വെച്ചേക്കണേ. ഇപ്പം ഇങ്ങോട്ട് തന്നെ. ഒന്നും തോന്നില്ല. എന്റെ വാക്കകത്തിന്ന് വെള്ളം പതണം. മാളു എവിടെ? ആഹാ, മാളു എന്തോ വന്നേ? നിനക്ക് തന്നില്ലാന്ന് പരാതി പറയാതെ. നല്ല ഉള്ളല്ലേ? ബാ. മാളു എന്താടി? മാളു ഇങ്ങ് കൊണ്ടുവന്നേ.
മാളു അത് കടിച്ച പിന്നെ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങ് കൊണ്ടുപോ പെണ്ണെ. മാളു എന്തോ ആ കൊച്ചുള്ളിയും കത്തി എടുത്തിട്ട് വരണേ. ഓ ചേച്ചി കൊച്ചുള്ളി കിട്ടിയില്ല. ഇല്ല ഇവിടെ തീർന്നാ? ഓ ഈ ഉള്ളി ഉള്ളു. നന്നായിട്ട് നോക്കിയാ നീ? ഓ മാളു ആ ഇഞ്ചി ഉരിക്കണം കേട്ടോ. കത്തി നല്ല എരിവ് വേണോ കുറച്ച് എരിവ് വേണോ? നല്ല എരിവാണ്. നല്ല എരിവ് വേണോ? ഓ നീ ഇത് കാന്താരി കഴിച്ചിട്ടേ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. നോക്കിക്കോ. ഞാൻ മാത്രമല്ല കഴിക്കുന്നത്. ഇറക്കുന്ന ഇല്ല ഞാൻ വേറെ എന്തോ ഓർമ്മ വന്നിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹലോ അവിടെ എന്ത് മീനായിരുന്നു മാളു ഇന്ന്? കണവയും പിന്നെ പൊടിമീനും പിന്നെ ഒരു വലിയ മീനും ഉണ്ടായിരുന്നു. പിന്നെ നീ എന്താ പൊടിമീനൊന്നും വാങ്ങിക്കാത്ത? കരിവാടല്ലേ നല്ലത്. ശരി. പഴഞ്ചോറിനെ കരിവാടാ നല്ലത്. പഴഞ്ചോറില് സവാളയും നല്ല കാന്താരി മുളകും തൈരും ഒക്കെ ഒഴിച്ചിട്ട് കുഴച്ച് കുഴച്ച് ഒരു ഉണക്ക മീനും മതി 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 ഇട്ടൊരു പിടി പിടിച്ചാലുണ്ടല്ലോ മോളെ. ഇതിപ്പോ റെഡിയാവും. ചെയ്ത് കഴിഞ്ഞോണ്ടാവും. ഇതൊന്ന് പൊരിച്ചെടുക്കണം. കരിവാടാ മാളു ഇതെങ്ങനെ പൊരിക്കണം? ഞാൻ ഇതിപ്പോ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വന്നേന്. നീ മുളകിട്ട് പൊരിക്കണോ അതോ വെറുതെ പൊരിച്ചാൽ മതിയോ? എനിക്കറിയില്ല ചേച്ചി അതിന്റെ രുചിയൊന്നും. മുളകിട്ട് പൊരിക്കാം അല്ലേ? അവസാനം എരിഞ്ഞ് ചാവാതിരുന്ന നന്ന്. ശരിയാ. കാന്താരി മുളകും മുളക് പൊടിയും ഇതൊക്കെ പഴഞ്ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പഠിക്കാൻ വേണ്ടി വന്നിട്ടില്ല. എന്ത് മീൻ വെട്ടണോ? ഇനി വന്നിരിക്കേണ്ട കാര്യമില്ല. വാ പോവാ. കഴിഞ്ഞു. മാളു ഈ അടുപ്പൊന്ന് കത്തിച്ച് ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം. കത്തിയാ?
കത്തുന്നു. പുക അടിക്കട്ടെ ചേച്ചിക്ക്. അയ്യോ ഓ പുളിയാ മാളു, അധികം ഒഴിക്കണ്ടാട്ടാ. എനിക്ക് വേണം. നല്ല പുളിയുണ്ട്. ഞാൻ കുറച്ച് ഒഴിക്കുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടെ വെച്ച് കഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചോ? ഇല്ല. ചോറൊക്കെ ഇപ്പം പായസമാണ് പിടിപ്പിടിച്ച്. പഴഞ്ചോറ് നന്നായിട്ടേ ഉടഞ്ഞിരുന്നാലേ രുചി ഉണ്ടാവും. ഉടഞ്ഞുടഞ്ഞ് പായസമാവരുത്. ഇനി മാളു ഒരു കാര്യം ചെയ്യും. ഇതാ ഈ മീനെടുത്ത് ഓരോന്നോരോന്നിട്ട് ഇടാനോ? കൈ പൊള്ളിക്കല്ലേ, എണ്ണയിൽ തെറിപ്പിച്ചിടരുത്. ഓ പതുക്കെ പതുക്കെ ഇടും. ആ അങ്ങനെ ഇടുക്കി അതാ പോയാ. കണ്ണ് നിറയണം. മുടിയൊക്കെ സൂക്ഷിക്കണേ കത്തിക്കുമ്പോ. ഇത് എത്ര നേരമാവും ചേച്ചി? പെട്ടെന്നോ? പിന്നെ നിനക്ക് മുരിച്ചെടുക്കണല്ലേ ഇഷ്ടം, അപ്പൊ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് നല്ല വിശക്കണ്. ഇതാത്തോണ്ട് വയ്ക്കാം. വാ. പഴയ ആൾക്കാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാ, പഴങ്കഞ്ഞി. പണ്ടുള്ളവർ നമ്മളെപ്പോലെയൊന്നുമല്ല, നല്ല പണിയെടുക്കുന്നത് ഈ ഒരൊറ്റ പഴഞ്ചോറ് വെച്ചിട്ടാണ്. നമ്മുടെ വേലപ്പണ അണ്ണനില്ലേ, അണ്ണൻ എല്ലാ ദിവസവും കഴിക്കുന്നത് ഒരു കുടം നിറയെ പഴങ്കഞ്ഞി കഴിക്കും. എന്നിട്ടാണ് ആ പണിയൊക്കെ എടുക്കുന്നത്. എത്ര വയസ്സായെന്നറിയോ? 83 വയസ്സ്. കണ്ടാ പറയോ?
അത്ര ആരോഗ്യ പുള്ളിക്ക്. ചേച്ചിയെ കണ്ടാ പറയും. എന്താടി പെണ്ണെ പറഞ്ഞ? ചേച്ചിയെ കണ്ടാ പറയൂ.